അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിശ്വാസികളെ, പ്രവാചകൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ സത്യമായി പുലരാൻ തുടങ്ങിയിരിക്കുകയാണോ? ദജ്ജാലിനായി ഒരു കൂറ്റൻ കൊട്ടാരം ഇതിനകം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം ഏറെ ദുരൂഹമാണ്. മദീനയുടെ അതിർത്തിയിൽ ഹദീസുകളിൽ പരാമർശിച്ചിരിക്കുന്ന അതേ മലമുകളിൽ ഇപ്പോഴൊരു അസാധാരണമായ വെളുത്ത കൊട്ടാരം തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഹദീസുകളിൽ നൽകിയിരിക്കുന്ന വിവരണങ്ങളുമായി അത്ഭുതകരം വിധം സാമ്യമുള്ള ഒരിടത്താണ് ഇതിൻ്റെ സ്ഥാനം. ആ പ്രദേശം മുഴുവൻ സീൽ ചെയ്തിരിക്കുകയാണ്. അവിടേക്കുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. മലമുകളിൽ തിളങ്ങി നിൽക്കുന്ന ഈ നിർമ്മിതി ജനങ്ങളിൽ നിന്ന് കാലങ്ങളായി മറച്ചുവെക്കപ്പെട്ട വലിയൊരു സത്യത്തെ ഒളിപ്പിച്ചു വെക്കുന്നതായി തോന്നുന്നു. ഇവിടെ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയരുന്നു. എന്തിനാണ് ഈ കൊട്ടാരം പണിതത്? ആരാണ് ഇത് നിർമ്മിച്ചത്? എന്തിനാണ് ഇത്രയധികം രഹസ്യ സ്വഭാവം? അടുത്ത കുറച്ചു നിമിഷങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ പലതിനെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതിനൊപ്പം യജൂജ് മയജൂജിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആ രഹസ്യമതിൽ എവിടെയാണെന്നും ആരാണ് യഥാർത്ഥ യജൂജ് മയജൂജുമാർ എന്നും നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, അന്ത്യനാളിന് മുന്നോടിയായി ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ദജ്ജാലിൻ്റെതെന്ന് മുസ്ലിമീങ്ങൾക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിൻ്റെ വരവിനെക്കുറിച്ച് പല അടയാളങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഇന്ന് ആ അടയാളങ്ങളിൽ പലതും നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നതായി കാണാം. ചിലയിടങ്ങളിൽ അതിനുവേണ്ടി വലിയ നിർമ്മിതികൾ ഒരുങ്ങുന്നു. മറ്റിടങ്ങളിൽ ദീർഘകാലത്തേക്കുള്ള ഭക്ഷണ ശേഖരങ്ങൾ തയ്യാറാക്കപ്പെടുന്നു. ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ വർഷങ്ങളായി ഇത്തരം തയ്യാറെടുപ്പുകളിലാണ്. നിർഭാഗ്യവശാൽ ചില മുസ്ലിം ഭരണകൂടങ്ങളും ഈ പാത പിന്തുടരാൻ തുടങ്ങിയിരിക്കുന്നു. ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരു വെളുത്ത കൊട്ടാരത്തെക്കുറിച്ച് ഹദീസുകളിൽ പരാമർശമുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തിനുള്ളിൽ അത്തരമൊരു നിർമ്മിതി ഉയർന്നു വന്നിരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കയും മദീനയും ഒഴികെ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ദജ്ജാൽ പ്രവേശിക്കും. ഈ രണ്ട് വിശുദ്ധ നഗരങ്ങളുടെയും കവാടങ്ങളിൽ കാവൽക്കാരായി മലക്കുകൾ നിലയുറപ്പിക്കുമെന്ന്. മദീനയിലെ ജനങ്ങൾ 3 വലിയ ഭൂജനങ്ങൾ നേരിടുകയും അതിനുശേഷം അള്ളാഹു അവിടെയുള്ള എല്ലാ അവിശ്വാസികളെയും കപട വിശ്വാസികളെയും പുറത്താക്കുകയും ചെയ്യും. ദജ്ജാലിന് മക്കയിലും മദീനയിലും കടക്കാൻ കഴിയില്ല. അതിനാൽ അവർ മദീനയ്ക്ക് സമീപമുള്ള ജബൽ ഹബഷ എന്ന മലയ്ക്ക് അടുത്ത് തമ്പടിക്കും. മറ്റൊരു നിവേദനത്തിൽ അന്ത്യനാളിനെക്കുറിച്ച് സ്വഹാബികൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാന കാലത്ത് ഏറ്റവും വലിയ കപടവിശ്വാസിയായ ദജ്ജാൽ ജബൽ ഹബഷയുടെ മുകളിൽ കയറി മദീനയിലേക്ക് ചൂണ്ടി തൻ്റെ അനുയായികളോട് ചോദിക്കും, ആ വെളുത്ത കൊട്ടാരം നിങ്ങൾ കാണുന്നുണ്ടോ? അത് അഹമ്മദിൻ്റെ പള്ളിയാണ് എന്ന് പറയുമത്രേ. അവൻ മദീനയുടെ അടുത്തുവരെ എത്തും. എന്നാൽ അവിടെ കാവൽ നിൽക്കുന്ന മലക്കിനെ കണ്ട് അൽജർഫ് എന്ന തരിശുഭൂമിയിൽ തമ്പടിക്കും. ആ സമയത്ത് മദീന 3 തവണ കുലുങ്ങുകയും കപടവിശ്വാസികൾ ദജ്ജാലിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്യും. ഇതിനെ വിമോചന ദിനം എന്ന് വിളിക്കുന്നു. ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ദജ്ജാൽ മദീനയ്ക്ക് പുറത്തുള്ള ജബൽ ഹബഷ എന്ന മലയിലാകും തങ്ങുക എന്നാണ്. മദീന മുനവറയിൽ ഇന്നും ഈ മലയുണ്ട്. അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ സൗദി ഭരണകൂടം ഈ മലമുകളിൽ കിങ്ഡം പാലസ് എന്ന പേരിൽ ഒരു വെളുത്ത കൊട്ടാരം പണിതിരിക്കുന്നു എന്നതാണ്. ദജ്ജാൽ വരുമ്പോൾ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണെന്ന് ഹദീസുകളിൽ ഉള്ളതുകൊണ്ട് ഈ കൊട്ടാരം അവന് വേണ്ടി നിർമ്മിച്ചതാണെന്ന് പലരും വിശ്വസിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ പല പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരും ഇതിനെ എതിർത്തിരുന്നു. എന്നാൽ അവരുടെ എതിർപ്പുകളെ അവഗണിച്ച് കൊട്ടാരം പൂർത്തിയാക്കി. സാധാരണയായി സൗദി അറേബ്യയിലെ പ്രൊജക്റ്റുകളുടെ വിവരങ്ങൾ പുറത്തുവിടാറുണ്ടെങ്കിലും ഈ കൊട്ടാരത്തിൻ്റെ കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നിർമ്മാണം പൂർത്തിയായിട്ടും ഇത് വിജനമായി കിടക്കുകയാണ്. അവിടേക്ക് ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ, അതും അടച്ചിട്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് അവിടേക്ക് പ്രവേശനമില്ല. മുകളിൽ നിന്ന് നോക്കിയാൽ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഈ കൊട്ടാരത്തിൽ വിചിത്രമായ ചിഹ്നങ്ങളും ഹെലിപ്പാഡുമുണ്ട്. ആരും താമസിക്കുന്നില്ലെങ്കിൽ, മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ കൊട്ടാരം പണിതത്? ദജ്ജാൽ താമസിക്കാൻ പോകുന്ന വെളുത്ത കൊട്ടാരവുമായി ഇതിന് വലിയ സാമ്യമുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വലിയ ബാഹ്യശക്തികളുടെ ഇടപെടലിലൂടെയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ദജ്ജാലിൻ്റെ വരവിന് മുമ്പ് ഇമാം മഹദി പ്രത്യക്ഷപ്പെടും. ദജ്ജാൽ വരുന്നതിന് 3 വർഷം മുമ്പ് ലോകം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകും. കിഴക്കൻ ദിശയിൽ നിന്നാകും ദജ്ജാൽ വരിക. അവൻ അതിവേഗം ലോകം മുഴുവൻ സഞ്ചരിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ഒടുവിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയും ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ വധിക്കുകയും ചെയ്യും. അന്ത്യനാളിലെ 10 വലിയ അടയാളങ്ങളിൽ ഒന്നാണ് യജൂജ് മയജൂജിൻ്റെ പുറപ്പാട്. എവിടെ നിന്നാണ് അവർ വരിക? ആരാണവർ?
എന്തുകൊണ്ടാണ് അവർക്ക് മനുഷ്യരാശിയോട്, പ്രത്യേകിച്ച് മുസ്ലിമുകളോട് ഇത്ര പക? നൂറ്റാണ്ടുകളായി ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന മതിൽ. ഇവരുടെ ചരിത്രം മനസ്സിലാക്കിയാൽ ആദ്യം ദുൽഖർനൈൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം പ്രഖ്യാപിച്ചപ്പോൾ ജൂതപണ്ഡിതന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യനെക്കുറിച്ചായിരുന്നു. അതാണ് ദുൽഖർനൈൻ. ഖുർആൻ പറയുന്നതനുസരിച്ച് ദുൽഖർനൈൻ പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിച്ച് സൂര്യൻ ചെളിവെള്ളമുള്ള ഉറവയിൽ അസ്തമിക്കുന്നതായി തോന്നുന്ന ഒരിടത്തെത്തി. അവിടെയുള്ള ജനങ്ങൾ യഅജൂജ് മഅജൂജുമാരെ കുറിച്ച് അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. 2 മലകൾക്കിടയിലൂടെ വന്ന് അക്രമം നടത്തുന്ന ആ വിഭാഗത്തെ തടയാൻ അവർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പ്രതിഫലം വാഗ്ദാനം ചെയ്തെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹം മതിയാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം ജനങ്ങളുടെ കായിക ശക്തി മാത്രം ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരുമ്പും ചെമ്പും ഉരുക്കിയൊഴിച്ച് അദ്ദേഹം തകർക്കാനാവാത്ത ഒരു വലിയ മതിൽ നിർമ്മിച്ചു. അള്ളാഹുവിൻ്റെ വിധി വരുന്നതുവരെ അവൻ ആ മതിലിന് പിന്നിൽ ബന്ധിതരായിരിക്കും. ഓരോ ദിവസവും അവർ ആ മതിൽ തുരക്കാൻ ശ്രമിക്കുന്നു. നാളെ ബാക്കി ചെയ്യാം എന്ന് പറഞ്ഞു മടങ്ങുന്നു. എന്നാൽ ഇൻഷാ അല്ലാ പറയാൻ മറക്കുന്നതിനാൽ പിറ്റേന്ന് വരുമ്പോൾ മതിൽ പഴയതുപോലെയാകുന്നു. അന്ത്യനാളിന് തൊട്ടുമുമ്പ് അവർ ഇൻഷാ അല്ലാ എന്ന് പറയുകയും മതിൽ തകർന്ന് പുറത്തു വരികയും ചെയ്യും. അവർ വരുമ്പോൾ നദികളിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിക്കുമെന്ന് പ്രമാണങ്ങളിൽ ഉണ്ട്. ഈ മതിൽ എവിടെയാണെന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. അർമേനിയയ്ക്കും അസർബൈജാനും ഇടയിലുള്ള ഡെൻബെറ്റ് എന്ന സ്ഥലത്താണ് ഈ മതിലെന്ന് ഡോക്ടർ അബ്ദുൽ കലാം ആസാദിനെ പോലുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. അവിടെ പുരാതനമായ ഒരു നിർമ്മിതിയുടെ അവശിഷ്ടങ്ങളുണ്ട്. യഅജൂജ് മഅജൂജ് വംശത്തിൽപ്പെട്ട ഖസർ എന്ന രാജാവ് ജൂതമതം സ്വീകരിച്ചെന്നും ഇന്നത്തെ ജൂതന്മാരിൽ പലരും അവരുടെ പിൻഗാമികളാണെന്നും ചില ഗവേഷകർ വാദിക്കുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. കാരണം യഅജൂജ് മഅജൂജുമാരുടെ എണ്ണം വളരെ വലുതാണ്. എന്നാൽ ജൂതന്മാർ ലോകജനസംഖ്യയുടെ 1% മാത്രമേയുള്ളൂ. മറ്റൊരു നിഗമനം മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കിർഗിസ്ഥാൻ പ്രദേശത്താണ് ഈ മതിൽ എന്നാണ്. മഞ്ഞുമൂടിക്കിടക്കുന്ന ഒരു വലിയ മതിൽ അവിടെ കണ്ടെത്തിയെന്നും മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ അതിനടിയിൽ ഇരുമ്പും ചെമ്പും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതായും പറയപ്പെടുന്നു. എന്നാൽ ഇതും ഒരു സിദ്ധാന്തം മാത്രമാണ്. യഥാർത്ഥ സത്യം ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. പല ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ ഇന്നും അവശേഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.